New Srivari Auto Finance near Valluvanadu Hospital, Grand Mall Complex, Ottapalam. Phone number 9656444458, 9656444457. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരവുമായി ഗ്രാമീണ ഡാക് സേവക് ജീവനക്കാർ. തപാൽ വകുപ്പിലെ ഗ്രാമീണ ജീവനക്കാർ രാജ്യവ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ഓൾ ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക് യൂണിയൻ, നാഷണൽ യൂണിയൻ ഓഫ് ഗ്രാമീൺ ഡാക് സേവക്സ് എന്നിവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംയുക്ത സമരസമിതിയാണ് അനിശ്ചിതകാല പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. തുടർച്ചയായി വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന തപാൽ മേധാവികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെയാണ് പണിമുടക്കുന്നത്. 12, 24, 36 വർഷം സർവീസുള്ള GDS ജീവനക്കാർക്ക് 2 വീതം ഇൻക്രിമെന്റ് അനുവദിക്കുക, 8 മണിക്കൂർ ജോലിയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും അനുവദിക്കുക, കമലേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ അനുകൂല ശുപാർശകൾ 2016 ജനുവരി മുതൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ തലത്തിൽ സമരം തുടങ്ങിയത്. പണിമുടക്കിയ ജീവനക്കാർ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ധർണ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുനിശ്ശേരി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ഒറ്റപ്പാലം ഡിവിഷൻ കൺവീനർ ആനന്ദൻ വാഴങ്കട സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സമരസമിതി ഡിവിഷൻ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാടിയോട് അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ TVM അലി, MM രാമകൃഷ്ണൻ, വാഴങ്കട ആനന്ദൻ, MV ഷംനാഥ്, PK സോമനാഥൻ, TP ബാലസുന്ദരൻ, CP അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സമരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തപാൽ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്നും ഇതിന്റെ ഉത്തരവാദിത്വം തപാൽ അധികൃതർക്കും കേന്ദ്ര സർക്കാരിനും മാത്രമായിരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇന്ന് അവിടെ കടന്നു വരുന്ന ഒരാൾക്ക് നൽകുന്നത് 10,000 രൂപ. ഇങ്ങനെ തുടങ്ങിയ ശോഷണത്തിന്റെ വിവിധ മുഖങ്ങൾ നമുക്ക് കാണാം. എൻ്റെ ഓഫീസിൽ നിന്ന് 2 പേർ ഒരേ സമയം നിയമിതരായി 2 പേരുടെ അവസ്ഥ എനിക്കറിയാം. ഒരാൾ പോസ്റ്റ്മാനായി നിയമനം ലഭിച്ചു, അതേ ദിവസം തന്നെ ഒരാൾ GDS ആയിട്ട് നിയമനം ലഭിച്ചു. 2 പേരും ചെയ്യുന്നത് ഒരേ ജോലി, പോസ്റ്റ്മാൻ്റെ ജോലി. ഇന്നിപ്പോൾ യൂണിഫോം ഇട്ട പോസ്റ്റ്മാൻ 40,000 രൂപയോളം വാങ്ങുമ്പോൾ, 3 കൊല്ലം മുമ്പ് നിയമനം കിട്ടിയ പോസ്റ്റ്മാൻ 40,000 രൂപയോളം വാങ്ങുമ്പോൾ, അതേ ദിവസം ജോയിൻ ചെയ്ത GDSകാരൻ വാങ്ങുന്നത് 10,000 രൂപ. ഈ 40,000വും 10,000വും തമ്മിലുള്ള അന്തരമാണ് നമ്മുടെ നേതാക്കന്മാർ പണ്ട് ആനുപാതികമാണ് ഈ ശമ്പളം എന്ന് നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് ഇത് ആനുപാതികമാകുന്നതെന്ന് അറിയില്ല. 40,000 ആകുന്നതിൻ്റെ പകുതി 20,000 കൊടുത്താലെങ്കിലും ഒരു ആനുപാതികം എന്ന് നമുക്ക് പറയാൻ പറ്റും. 40,000ത്തിൻ്റെ ആനുപാതികമാണോ 10,000? ഒരേ ജോലി, പോസ്റ്റ്മാൻ്റെ പണി നേരത്തെ കഴിയും, GDSകാരൻ്റെ പണി വൈകുന്നേരം കഴിയില്ല. കാരണം കാടും മേടും വയലും പറമ്പും പള്ളിയാലും ഒക്കെ താണ്ടിയിട്ട് വേണം GDSകാരൻ ഡെലിവറി നടത്താൻ. അതേസമയം പോസ്റ്റ്മാനാണെങ്കിൽ നഗരത്തിലൂടെ മാത്രം ഡെലിവറി ചെയ്ത് നേരത്തെ തിരിച്ചെത്തും. ഇങ്ങനെ ഒരേ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് 2 പേരുടെ വേതനത്തിന്റെ കണക്കാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. നേർവഴി പദ്ധതിയുമായി ഒറ്റപ്പാലം പോലീസ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നേർവഴി പദ്ധതിയുമായി ഒറ്റപ്പാലം പോലീസ് നിയമം, ട്രാഫിക്, സൈബർ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, പരിശീലന പരിപാടികൾ, സംവാദങ്ങൾ, അഭിമുഖങ്ങൾ, ലഹരിക്കെതിരായ നാടകങ്ങൾ, ഫ്ലാഷ് മോബ്, റാലി പോലുള്ള പ്രവർത്തനങ്ങൾ, മനഃശാസ്ത്ര കൗൺസിലിംഗ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തി വിദ്യാലയത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസിന്റെ നിരന്തര നിരീക്ഷണവും ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ഉന്നത പഠനത്തിന് വഴികാട്ടിയാകാനും നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനും അവർക്ക് നേർവഴി കാട്ടാനും ഇനി ഒറ്റപ്പാലം പോലീസും അധ്യാപകർക്കൊപ്പം ഉണ്ടാകും. ബസ് സ്റ്റാൻഡ്, ആളൊഴിഞ്ഞ ഗ്രൗണ്ടുകൾ എന്നിവിടങ്ങളിലും ജനമൈത്രി പോലീസിന്റെ നിരീക്ഷണമുണ്ടാകും. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഭാരവാഹികളായി നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയെ ചെയർമാനായും വൈസ് ചെയർമാനായി ചുനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ സജു T വർഗീസിനെയും MP ഗോവിന്ദരാജനെയും TP പ്രദീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കൺവീനറായി ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ M സുജിത്തിനെയും ജോയിന്റ് കൺവീനർമാരായി ഒറ്റപ്പാലം RTO മോഹനനെയും റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വേണുവിനെയും എക്സൈസ് ഇൻസ്പെക്ടർ P സുരേഷിനെയും തിരഞ്ഞെടുത്തു. പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 3:30 ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പാലക്കാട് അഡീഷണൽ SP KL രാധാകൃഷ്ണൻ നിർവഹിക്കും. ഈസ്റ്റ് ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുഭവപ്പെട്ടിരുന്ന ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരമായി ഇനി വിദ്യാർത്ഥികൾക്ക് ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം ലഭിക്കും.
വിദ്യാലയത്തിൽ സ്ഥാപിച്ച ശുദ്ധജല യൂണിറ്റിന്റെയും ജലസംഭരണിയുടെയും ഉദ്ഘാടനം ഒറ്റപ്പാലം സബ് കളക്ടർ ഡി ധർമ്മലശ്രീ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. UAE-യിലുള്ള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അബുദാബി ഒറ്റപ്പാലം എന്ന നാട്ടുകാരുടെ പ്രവാസി കൂട്ടായ്മയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ പദ്ധതി അവരുടെ വകയിൽ PTA-യുടെ നേതൃത്വത്തിൽ ചെയ്തു നൽകിയത്. സ്കൂളിന്റെ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാനുള്ള 5000 ലിറ്ററിന്റെ 3 ടാങ്കുകളും കൂടാതെ കുടിവെള്ളത്തിനായി ഫിൽട്ടർ ചെയ്ത വെള്ളം വിതരണം ചെയ്യുന്നതിനായി മറ്റൊരു ടാങ്കുമാണ് പുതുതായി സ്ഥാപിച്ചത്. പാചകപ്പുരയുടെ ഭാഗത്തായി സ്ഥാപിച്ച ഫിൽട്ടർ യൂണിറ്റിൽ നിന്നും ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണത്തിനായി 3 ഭാഗങ്ങളിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് വെള്ളമെടുക്കാവുന്ന വിധത്തിലും പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനും ഇനി ഈ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീകല, ഹെഡ് മാസ്റ്റർ PM പരമേശ്വരൻ നമ്പൂതിരി, SMC ചെയർപേഴ്സൺ ഫാത്തിമ സുഹറ, MPTA പ്രസിഡന്റ് സാജിദ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് വേണ്ടി C മുഹമ്മദ് അലി, MP അബ്ബാസ് സിദ്ദിഖ്, ഷീബ, സുരേഷ്, അധ്യാപകരായ K രാമചന്ദ്രൻ, KA നൂർജ, PA അബ്ദുൽ നാസർ, സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ അഭിനയ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജല ബജറ്റ് അവതരിപ്പിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ആലത്തൂർ ബ്ലോക്ക് കണ്ണമ്പുര ഗ്രാമപഞ്ചായത്ത് ജല ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കിയാണ് ജല ബജറ്റ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് തലത്തിൽ ജലവിഭവം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ എണ്ണം, ഉപയോഗം, ലഭിക്കുന്ന മഴവെള്ളത്തിന്റെ അളവ് തുടങ്ങിയ വിവരങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലദൗർലഭ്യം ഇല്ലാതാക്കുന്നതിന് ജലത്തിന്റെ ദുർവിനിയോഗം കുറച്ച് മഴവെള്ളം പരമാവധി സംഭരിക്കുന്നതിനാണ് ജലബജറ്റിൽ ഊന്നൽ നൽകുന്നത്. മംഗലം ഡാം ഇറിഗേഷൻ പ്രൊജക്ട് വകുപ്പിലെ വർഷമാപനിയിൽ നിന്നുള്ള മഴലഭ്യതാ വിവരങ്ങളാണ് ബജറ്റിനായി പരിഗണിച്ചിട്ടുള്ളത്. കൂടാതെ അന്തർ സംസ്ഥാന നദീജല കരാറിന്റെ ഭാഗമായി ലഭിക്കുന്ന ജലത്തിന്റെ അളവും ഗ്രാമപഞ്ചായത്തിന് പുറത്തേക്ക് വിതരണം ചെയ്യുന്ന ജലത്തിന്റെ അളവും പരിഗണിച്ചിട്ടുണ്ട്. നവംബർ മാസം അവസാനത്തെ 10 ദിവസം മുതൽ ഏപ്രിൽ മാസം രണ്ടാമത്തെ 10 ദിവസം വരെ ജലക്കമ്മിയും ബാക്കി ദിവസങ്ങളിൽ ജലമിച്ചവുമാണ് ജലബജറ്റിൽ പ്രതിഫലിക്കുന്നത്. പഞ്ചായത്തിലെ ഒരു വർഷത്തെ ആകെ ജലലഭ്യത, ആവശ്യം, ജലമിച്ചം എന്നിവയാണ് ബജറ്റിലൂടെ കണക്കാക്കുന്നത്. ജലബജറ്റ് പ്രകാശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി പ്രകാശൻ അധ്യക്ഷയായി. നവകേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ വീരർ സാഹിബ് ജലബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CV ഷാൻഡോ, MGNR EGS AE വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമസുന്ദരൻ, ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, CDSമാർ, HKS പ്രസിഡന്റ്, സെക്രട്ടറി, പാടശേഖര സമിതി ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സാങ്കേതിക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ICDS സൂപ്പർവൈസറുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെ കാര്യാലയം അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അംഗനവാടി. അപ്പൊ അതിന് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏത് തരത്തിൽ ഒരുക്കി കൊടുക്കാൻ കഴിയും. പലപ്പോഴും പഞ്ചായത്തുകൾക്കെല്ലാം ഫണ്ടുകൾ മുഴുവനായിട്ട് വിനിയോഗിച്ച് ചെയ്യാൻ കഴിയലില്ല. പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും നല്ലൊരു ശതമാനം ഫണ്ട് ഉപയോഗിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. എന്നാലും അത് പോരാന്നതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. നമ്മള് പലപ്പോഴും ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളിലെല്ലാം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്.
വനിതകൾക്കും ശിശുക്കൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും വയോജനങ്ങൾക്കും സേവനം നൽകുന്ന ICDSന് പഞ്ചായത്ത് തലത്തിൽ ഒരു കാര്യാലയം വളരെ കാലത്തെ ആവശ്യമായിരുന്നു. പഞ്ചായത്ത് തല പദ്ധതി നിർവഹണം, അംഗൻവാടി മേൽനോട്ടം, പോഷകാഹാര വിതരണം, ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ, ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള പദ്ധതി നടത്തിപ്പുകൾ, വയോജനങ്ങൾക്കുള്ള പദ്ധതി നടത്തിപ്പുകൾ, വിധവാ പെൻഷൻ പരിശോധന, ശിശു സംരക്ഷണ കമ്മിറ്റി പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വകുപ്പിന് പഞ്ചായത്ത് തലത്തിൽ ഒരു ഓഫീസ് സൗകര്യം ഒരുക്കി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചത് ശ്രദ്ധേയമായി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2022-23 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പദ്ധതികൾക്ക് പുറമെ മറ്റു പല പദ്ധതികൾ കൂടി ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പല പ്രാവശ്യങ്ങളിലായി ഫണ്ട് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പല മേഖലയിലും ചെലവഴിക്കപ്പെടാത്ത ഫണ്ടുകൾ സർക്കാർ തിരിച്ചെടുക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് നിർവഹണ ഉദ്യോഗസ്ഥരോട് ഒന്നാണ് പറയാനുള്ളത്. നമുക്ക് ഇന്ന് ഫെബ്രുവരി 13-ാം തീയതിയായി. മാർച്ച് 31-നകം ഫണ്ടുകൾ മുഴുവൻ പരമാവധി ചെലവഴിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം 100% ഫണ്ട് ചെലവഴിച്ച പഞ്ചായത്തുകൾ കേരള സംസ്ഥാനത്ത് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം സാങ്കേതികമായ ഒട്ടനവധി കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം റോഡുകളുടെയും മറ്റും നിർവഹണം നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിയും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊച്ചുനാരായണി, മെമ്പർമാരായ വിനോദ്, രമേശ്, അനിത, പാഞ്ചാലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിത്തു തുടങ്ങിയവർ പങ്കെടുത്തു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി രൂപീകരണത്തിനായി സർക്കാർ അനുവദിച്ച ഫണ്ടിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ടെന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. 2023-24 വർഷത്തേക്ക് 5 കോടി രൂപയാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 5 കോടി രൂപയിൽ നിന്നുകൊണ്ട് മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകൾക്കും പര്യാപ്തമാകുന്ന അടിയന്തരമായി നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്രാമസഭകളിലൂടെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് നല്ല ഒരു പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികളുമായാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇതിൻ്റെ വികസന സെമിനാർ ഇവിടെ കഴിയുമ്പോൾ ഇത് കരടാണ്. ഇതിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റുകൾക്ക് രൂപം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് പരമാവധി സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി ഫണ്ട് ഇതിൽ നിന്ന് വെട്ടിച്ചുരുക്കലുകളാണ് സ്ഥിരമായി ഇവിടെ കാണാറുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഫണ്ട് 3 പ്രാവശ്യമാണ് വെട്ടിച്ചുരുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഫണ്ട് അലോട്ട് ചെയ്യുന്നത് എത്രയാണോ അത് പൂർണ്ണമായും ആ ഒരു വർഷം മുഴുവൻ നമുക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഇടയ്ക്ക് ഫണ്ട് വെട്ടിച്ചുരുക്കപ്പെടുമ്പോൾ പലപ്പോഴും പല പദ്ധതികളും നമുക്ക് നിർവഹിക്കാൻ കഴിയാത്ത അടിയന്തര സാഹചര്യത്തിൽ നിർവഹിക്കേണ്ട പദ്ധതികൾ പോലും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും 5 കോടി രൂപ പരമാവധി സൗകര്യപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിൽ തൊഴിൽ സഭാ സംഘാടക സമിതി യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശാനുസരണം വിവിധ വാർഡുകൾ സംയോജിപ്പിച്ച് തൊഴിൽ സഭകൾ ചേരുന്നതിന് ഒറ്റപ്പാലം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന തൊഴിൽ സഭാ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 20 മുതൽ 29 വരെയാണ് തൊഴിൽ സഭകൾ സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. നഗരസഭാ തലത്തിൽ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിക്കുകയും അതിനുശേഷം നമ്മൾ ഓരോ സെൻറ്റർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 13 കമ്മിറ്റികളാക്കി ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. 2 വാർഡ് 3 വാർഡ് ചേർന്നുകൊണ്ട് ഓരോ പ്രദേശത്തിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇത് തൊഴിൽ സഭ രൂപീകരിച്ച് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. തൊഴിൽ സഭ വിളിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിൽ ആദ്യം നഗരസഭാ സംഘാടക സമിതി കൂടണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാർഡ് തലത്തിൽ ഇതിൻ്റെ സംഘാടക സമിതി കൂടണം. അപ്പോഴാണ് അവിടെയുള്ള ആളുകളിലേക്ക് വിവരെത്തിക്കാനും അവരെ ഈ നമ്മുടെ തൊഴിൽ സഭയിലേക്ക് എത്തിക്കാനും കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ അധ്യക്ഷനായിക്കൊണ്ട് വാർഡ് കൗൺസിലറും
അതേപോലെ തന്നെ അവിടെ ADS CDS എക്സിക്യൂട്ടീവ് അംഗവും ADS സാക്ഷരതാ പ്രവർത്തകർ, അതേപോലെ തന്നെ SC പ്രൊമോട്ടർമാർ, അവിടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, റെസിഡൻഷ്യൽ അസോസിയേഷൻ ആളുകൾ അങ്ങനെ ചേർന്നുകൊണ്ട് നമ്മുടെ അവിടുത്തെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ചേർത്തുകൊണ്ട് അവരെ കൂടി നമുക്ക് ഉൾപ്പെടുത്തി തൊഴിൽ സഭ നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ തൊഴിൽ സഭ നടത്തുന്നതിന് മുമ്പ് അവിടെയും നമ്മൾ ഇതുപോലെ സംഘാടക സമിതി ഉപയോഗിക്കണം. ഇതിപ്പോൾ മുനിസിപ്പൽ തല സംഘാടക സമിതിയാണ് കൂടിയിരിക്കുന്നത്. ഇനി നമുക്ക് വാർഡ് തലത്തിൽ ഇന്ന് സംഘാടക സമിതി കൂടി എന്നിട്ട് വേണം അവരെ ഇങ്ങോട്ട് നമുക്ക് വരുത്തി ആ സെൻറ്ററുകളിലേക്ക് വരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് നടത്താൻ. വാണിയമ്പലത്തിനും മറ്റും നമുക്ക് ഒരു സ്ഥലത്താണ് എല്ലാ സെൻറ്ററും വെച്ചിട്ട് എല്ലാവരും അവിടെ വരുത്തിയിട്ടാണ് അതിൻ്റെ ട്രെയിനിങ് നടത്തി ഒരു സഭ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രൊജക്ടർ വേണം, അതേപോലെ തന്നെ മൈക്ക് വേണം, കസേര വേണം, ഹോള് വേണം. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാന ഘടകമാക്കിയിട്ടുള്ള ഒരു ഹോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സഭകൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം പിന്നെ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്നൊരു ഉദ്ദേശമായിരുന്നോ എന്ന് എനിക്കറിയില്ല. സർവേ ചെയ്യുമ്പോൾ ഒരുപാട് പേരേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നീട് ഒരു കാര്യത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അതിൽ വലിയ ആളുകളൊന്നും കാണുന്നില്ല. എങ്കിലും തൊഴിലന്വേഷകരായിട്ടുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിച്ചിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരെ നമുക്ക് എത്തിക്കുകയും അവർക്കെല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് അധ്യക്ഷത വഹിച്ചു. തൊഴിൽ ആവശ്യമുള്ളവരുടെ പേര് രജിസ്റ്റർ ചെയ്തവരുടെ തൊഴിൽ സഭ നമുക്ക് വിളിച്ചു കൂട്ടേണ്ടതായിട്ടുണ്ട്. ആ തൊഴിൽ സഭ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി യോഗമാണ് നമ്മളിവിടെ ചേരുന്നത്. ഈ സംഘാടക സമിതി യോഗം ഇന്ന് 11 മണിക്ക് ചേരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ പ്രതീക്ഷിച്ചത് ഒരു വലിയ പങ്കാളിത്തമായി. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ഏതാണ്ട് 7000-ഓളം ആളുകൾ തൊഴിൽ അന്വേഷകരായി പേര് രജിസ്റ്റർ ചെയ്ത് അവർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള വിവിധ തൊഴിൽ സംരംഭങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുക, അവരെ തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വിപുലമായ പ്രവർത്തനത്തിൻ്റെ തൊഴിൽ സഭയുടെ സംഘാടക സമിതി യോഗം ഇത്രമാത്രം സൃഷ്ടിച്ചു പോയതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതിന് ചുമതല വഹിക്കേണ്ട ആളുകൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. തൊഴിൽ സഭകൾ നമുക്ക് നല്ല നിലയിൽ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 36 വാർഡുകളിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7000-ഓളം ആളുകളാണ് തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നവർ. എല്ലാവർക്കും ഒരുപക്ഷെ തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കാര്യമാണ്. പക്ഷേ കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവൽ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയുടെ കീഴിലുള്ള ഖാദി ബോർഡിന്റെയും ഇതര ഖാദി സ്ഥാപനങ്ങളിലെയും ഖാദി തൊഴിലാളികൾക്ക് ഖാദി കോട്ട് യൂണിഫോം വിതരണോദ്ഘാടനവും ഖാദി ക്രിസ്മസ് ന്യൂ ഇയർ മേള ജില്ലാതല ഉദ്ഘാടനവും
ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഖാദി കോട്ട് യൂണിഫോം വിതരണവും ഖാദി ബോർഡ് അംഗം എസ് ശിവരാമൻ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് ഡയറക്ടർ കെ വി ഗിരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പോൾസൺ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കർപ്പേഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി, കേരള ഖാദി ഗ്രാമവ്യവസായ സെക്രട്ടറി ഡോക്ടർ കെ എ രഡീഷ്, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ കാര്യാലയം പ്രൊജക്ട് ഓഫീസർ എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ നഗരമധ്യത്തിൽ കാടുമൂടിക്കിടന്ന വിശ്രമ കേന്ദ്രം നവീകരിച്ചു. റോഡരികിൽ കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം സായാഹ്നം ആസ്വദിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് വാണിയംകുളം പഞ്ചായത്ത്. പാലക്കാട് കുളപ്പുള്ളി പാതക്കരികിൽ വാണിയംകുളം അങ്ങാടിയിലെ സ്ഥലമാണ് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള ചെറിയ ഇടമാക്കി മാറ്റിയിരിക്കുന്നത്. പ്രധാന പാതയോടും ബസ് സ്റ്റോപ്പിനും തൊട്ടടുത്തായി വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് സായാഹ്ന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. വർഷങ്ങളായി കാടുമൂടിക്കിടന്നിരുന്ന ഭാഗമാണ് ഇപ്പോൾ നവീകരിച്ചത്. ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുകിണർ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശം നവീകരിച്ചിരുന്നു. മഴ നനയാതിരിക്കാൻ കുറച്ചു ഭാഗത്ത് ഷീറ്റിടുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു. വാണിയംകുളം ടൗണിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് മൊന്തകെട്ടി കിടന്നിരുന്ന പ്രദേശം അതുപോലെ തന്നെ കിണർ ശുചീകരണ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ സ്ഥലം നന്നായി നവീകരിച്ച് നമ്മൾ വൈകുന്നേരം ആളുകൾക്കൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ സൗകര്യപ്പെട്ട ഒരു സ്ഥലമാക്കുക. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഷീറ്റ് മേഞ്ഞ് സൗകര്യപ്പെടുത്തി ആളുകൾക്ക് തുറന്നു കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ സാമൂഹിക സന്നദ്ധ സംഘടനകൾക്കൊക്കെ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ അനുവദിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോർണർ തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുകിണർ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമീപത്തുള്ള കിണറും വൃത്തിയാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്ന് സഞ്ജയ് ഗാന്ധി ജന്മദിനം. ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും ഇളയ മകനായി 1946 ഡിസംബർ 14 ന്യൂഡൽഹിയിലാണ് സഞ്ജയ് ഗാന്ധി ജനിച്ചത്. ജ്യേഷ്ഠൻ രാജീവിനെ പോലെ ഡൽഹിയിലെ സെന്റ് കൊളംബസ് സ്കൂൾ, ഡെറാഡൂണിലെ വിൽഹാം ബോയ്സ് സ്കൂൾ, തുടർന്ന് ഡെറാഡൂണിലെ ഡൂൺ സ്കൂൾ എന്നിവിടങ്ങളിൽ ഗാന്ധി വിദ്യാഭ്യാസം നേടി. സ്വിറ്റ്സർലാൻഡിലെ ഒരു അന്താരാഷ്ട്ര ബോർഡിംഗ് സ്കൂളായ എക്കോൾ ഡി ഹ്യൂമാനിറ്റിയിലായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ വിദ്യാഭ്യാസം. ഇംഗ്ലണ്ടിലെ ക്രൂവിൽ റോൾസ് റോയ്സിൽ 3 വർഷം അപ്പൻഡിസിറ്റ് നേടുകയും സ്പോർട്സ് കാറുകളിൽ അതീവ തൽപരനുമായിരുന്നു. കൂടാതെ 1976 പൈലറ്റ് ലൈസൻസും കരസ്ഥമാക്കി. എയർക്രാഫ്റ്റ് അക്രോബാറ്റിക്സിൽ താല്പര്യമുള്ള അദ്ദേഹം കായികരംഗത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബോയിങ് 737-200 ADV വിമാനം പറത്തുന്ന ഇന്ത്യൻ എയർലൈൻസിൽ ക്യാപ്റ്റൻ ആയിരുന്നു. 1971 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് ഒരു പീപ്പിൾസ് കാർ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു. ഇടത്തരം ഇന്ത്യക്കാർക്ക് താങ്ങാൻ കഴിയുന്ന കാര്യക്ഷമമായ തദ്ദേശീയ കാർ എന്നറിയപ്പെടുന്ന ഒരു കമ്പനി നിയമത്തിന് കീഴിൽ സംയോജിക്കപ്പെട്ടു. സഞ്ജയ് ഗാന്ധി അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി. സഞ്ജയ്ക്ക് മുൻ പരിചയമോ രൂപകൽപ്പന നിർദ്ദേശങ്ങളോ ഏതെങ്കിലും കോർപ്പറേഷനുമായി ബന്ധമോ ഇല്ലെങ്കിലും കാർ നിർമ്മിക്കുന്നതിനുള്ള കരാറും എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷൻ ലൈസൻസും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ തീരുമാനത്തെ തുടർന്നുള്ള വിമർശനങ്ങൾ കൂടുതലും ഇന്ദിരയെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധവും പാകിസ്ഥാനെതിരായ മഹത്തായ വിജയവും വിമർശന ശബ്ദങ്ങളെ നിശബ്ദമാക്കി. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കമ്പനി ഒരു വാഹനവും നിർമ്മിച്ചിട്ടില്ല. പുരോഗതി പ്രകടമാക്കാൻ ഒരു ഷോപ്പീസായി അവതരിപ്പിച്ച ഒരു ടെസ്റ്റ് മോഡൽ വിമർശിക്കപ്പെട്ടു. പൊതുബോധം ഗാന്ധിക്കെതിരെ തിരിയുകയും വർദ്ധിച്ചുവരുന്ന അഴിമതിയെക്കുറിച്ച് പലരും ഊഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബീറ്റിലൂടെ ഫോക്സ് വാഗന്റെ ലോകമെമ്പാടുമുള്ള വിജയത്തെ അനുകരിക്കുന്നതിന് പീപ്പിൾസ് കാറിന്റെ ഇന്ത്യൻ പതിപ്പിന്റെ സാധ്യമായ സഹകരണത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും സംയുക്ത നിർമ്മാണത്തിനും ഗാന്ധി പശ്ചിമ ജർമ്മനിയിൽ നിന്ന് ഫോക്സ് വാഗൻ AG-യെ ബന്ധപ്പെട്ടു. അടിയന്തരാവസ്ഥക്കാലത്ത് ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാവുകയും മാരുതി പദ്ധതി പിന്നോട്ടടിക്കുകയും ചെയ്തു. സ്വജനപക്ഷപാതവും അഴിമതിയും ആരോപിച്ചു. ഒടുവിൽ 1977 ജനതാ സർക്കാർ അധികാരത്തിൽ വരികയും മാരുതി ലിമിറ്റഡ് പിരിച്ചുവിടുകയും ചെയ്തു. ജസ്റ്റിസ് അലക്ചന്ദ്ര ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. അത് മാരുതി കാര്യത്തെക്കുറിച്ച് വളരെ നിർണായകമായ റിപ്പോർട്ട് നൽകി. 1980 അദ്ദേഹം മരിച്ച ഒരു വർഷത്തിനു ശേഷം ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ മാരുതി ലിമിറ്റഡിനെ രക്ഷിക്കുകയും പുതിയ കമ്പനിക്കായി സജീവമായ സഹകാരിയെ അന്വേഷിക്കുകയും ചെയ്തു. നെഹ്റു ഗാന്ധി കുടുംബ സുഹൃത്തും വ്യവസായ പ്രമുഖനുമായ വി കൃഷ്ണമൂർത്തിയുടെ ശ്രമഫലമായി അതേ വർഷം തന്നെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് രൂപീകരിച്ചു. ജാപ്പനീസ് കമ്പനിയായ സുസുക്കിയും അവരുടെ കാറിന്റെ രൂപകൽപ്പനയും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യതയും അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റ് ഫോക്സ് വാഗനുമായി ബന്ധപ്പെട്ടതായി അറിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ആദ്യ പീപ്പിൾസ് കാർ നിർമ്മിക്കാനുള്ള മത്സരത്തിൽ ജർമ്മൻ കമ്പനിയെ പിന്തിരിപ്പിക്കാൻ സുസുക്കി എല്ലാം ചെയ്തു. ഇത് അവരുടെ മോഡൽ 796ന്റെ സാധ്യമായ ഒരു ഡിസൈൻ ഗവൺമെന്റിന് നൽകി. ഇത് ജപ്പാനിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും വിജയിച്ചു. 1974 പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളും പണിമുടക്കുകളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ അസ്വസ്ഥത ഉണ്ടാക്കുകയും
സർക്കാരിനെയും സമ്പദ് വ്യവസ്ഥയെയും മോശമായി ബാധിക്കുകയും ചെയ്തു. 1975 ജൂൺ 25 തനിക്കെതിരായ പ്രതികൂല കോടതി വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചു. മാധ്യമങ്ങളെ സെൻസർ ചെയ്തു. ദേശീയ സുരക്ഷയുടെ പേരിൽ ചില ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. രാജ്യത്തുടനീളം കോൺഗ്രസ് ഇതര സർക്കാരുകൾ പിരിച്ചുവിട്ടു. ജയപ്രകാശ് നാരായണൻ, ജീവത്റാം കൃപലാനി തുടങ്ങിയ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായി അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പും തൊട്ടു പിന്നാലെയും അങ്ങേയറ്റം ശത്രുതാപരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇന്ദിരയുടെ ഉപദേശകൻ എന്ന നിലയിൽ ഗാന്ധി പ്രാധാന്യത്തോടെ ഉയർന്നു. മുൻ വിശ്വസ്തരുടെ കൂറുമാറ്റത്തോടെ ഇന്ദിരയോടും സർക്കാരിനോടും ഗാന്ധിയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചു. അദ്ദേഹം ഒരിക്കലും ഒരു ഔദ്യോഗിക സ്ഥാനത്തോ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തോ ആയിരുന്നില്ല. മാർട്ടുള്ളി പറയുന്നതനുസരിച്ച് അമ്മ ഇന്ദിര ഭരണത്തെ ഭയപ്പെടുത്താൻ എടുത്ത അധികാരം ഉപയോഗിക്കുന്നതിൽ നിന്ന് അവന്റെ പരിചയക്കുറവ് അവനെ തടഞ്ഞില്ല. ഫലത്തിലൊരു പോലീസ് രാഷ്ട്രം സ്ഥാപിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം, പ്രത്യേകിച്ച് ബൻസിലാലിനൊപ്പം ഇന്ത്യയെ ഫലത്തിൽ ഓടിച്ചതായി പറയപ്പെടുന്നു. സഞ്ജയ്ക്ക് തന്റെ അമ്മയുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും സർക്കാർ ഭരിക്കുന്നത് PMO എന്നതിലുപരി PMH ആണെന്നും പരിഹസിക്കപ്പെട്ടു. അദ്ദേഹം ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്തു. അവർ ഭീഷണിയും ബലപ്രയോഗവും ഉപയോഗിച്ച് എതിരാളികളെയും സഞ്ജയ് ഗാന്ധിയുടെ അധികാരത്തെയോ സ്വന്തം അധികാരത്തെയോ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിര വികസനത്തിനായി 20 ദിന സാമ്പത്തിക പരിപാടി പ്രഖ്യാപിച്ചു. സഞ്ജയ് തന്റെ തന്നെ വളരെ ചുരുങ്ങിയ 5 പോയിന്റ് പ്രോഗ്രാമും പ്രഖ്യാപിച്ചു. സാക്ഷരത, കുടുംബാസൂത്രണം, മരം നടൽ, ജാതീയതയുടെ ഉന്മൂലനം, സ്ത്രീധനം നിർത്തലാക്കൽ. പിന്നീട് അടിയന്തരാവസ്ഥക്കാലത്ത് സഞ്ജയിന്റെ പ്രോഗ്രാം ഇന്ത്യയുടെ 20 പോയിന്റ് പ്രോഗ്രാമായി ലയിപ്പിച്ച് 25 പോയിന്റ് പ്രോഗ്രാം ഉണ്ടാക്കി. 5 പോയിന്റുകളിൽ സഞ്ജയ് ഇപ്പോൾ പ്രധാനമായും ഓർമ്മിക്കപ്പെടുന്നത് കുടുംബാസൂത്രണ സംരംഭത്തിന്റെ പേരിലാണ്. അത് വളരെയധികം കുപ്രസിദ്ധി നേടുകയും ഇന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണത്തിന് ദീർഘകാല ദോഷം വരുത്തുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.